വെക്കേഷൻ കാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. പച്ചമാങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഈ സ്വീറ്റ്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവരാം. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തു. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വേവിക്കാം. പച്ചമാങ്ങ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. കുറേശ്ശെ അരിപ്പിലേക്കിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മാങ്ങ പൾപ്പ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാനിലൂടെ നന്നായി ചൂടായിട്ടിരിക്കുകയായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റുന്നതോടെ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിന് ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടുവാനായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ആറിക്കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിന്നായിട്ട് എടുക്കണം. മാക്സിമം തിന്നാക്കണം. 3 പ്ലേറ്റിലായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കാം. മാങ്ങാത്തര ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറിയ റോളാക്കി എടുക്കാം. വെറും 2 സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത്. മാങ്ങയും പഞ്ചസാരയുമാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുകയും ചെയ്യും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.